ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം 17% ഇടിഞ്ഞിട്ടുള്ള സ്റ്റോക്കിനെ കുറിച്ചാണ്. ഈ ഇടിവ് നമുക്കൊരു ബൈയിങ് അവസരമാണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ആ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിനപ്പുറത്ത് ഇപ്പം നടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഭയങ്കര കയറ്റ ഇറക്കങ്ങളുള്ളൊരു മാസമാണ്. സാധാരണ ഇതിൽ ഈ ഒരു മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് മൊത്തത്തിലൊരു വിലയിരുത്തലുള്ളത്. അത് കൂടാണ്ട് ഇപ്പോൾ ഒരു നല്ല വലിയൊരു ഇവൻ്റ് നടപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഇവൻ്റ് നടപ്പുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊരു ഭയങ്കര ഒരു പ്രഷർ പിടിച്ചിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച്. പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോഴത്തേനും ഭയങ്കര റാലി, നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ്. നെഗറ്റീവ് മീൻസ് പാനിക് ന്യൂസുകൾ വരുമ്പം അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും വരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയം നല്ല വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സ്റ്റഡി ആവും. ആ സ്റ്റഡി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള കമ്പനികൾ ഇതൊരു ബൈയിങ് അവസരമാണ്. നമ്മൾ വിചാരിച്ചൊരു ലെവലിലേക്ക് വരുന്നുണ്ടോ, ആ ഒരു സപ്പോർട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു അവസരമാണോ എന്നുള്ളതിൻ്റെ ആ സമയത്ത് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു സമയത്ത് ഇതിൽ പഠിച്ചു വെക്കണം. നേരെ നമുക്ക് എന്ത് ചെയ്യാം? അധികം സമയം കളയാണ്ട് സ്റ്റോക്കിലേക്ക് കിടക്കുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ BSE ലിമിറ്റഡ് എന്നുള്ളതാണ്. നമുക്ക് ഈ മാർക്കറ്റിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ അതായത് ആ വീഡിയോ എടുത്ത് കാണുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇടിവ് എത്ര ശതമാനമായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ ഇടിവ് 17% മുകളിലാണ് കറക്ഷൻ അയക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേക്കണം? ഇത് താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് പോവുകയല്ല. പിറ്റേ ദിവസം, കഴിഞ്ഞ ദിവസം ഒരു കൺസോളിഡേഷൻ നടക്കണം. അതിൻ്റെ അർത്ഥം തന്നെ എന്തെന്നാ? ഇതൊരു പാനിക്കായിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉള്ളവരും ഒരു പാനിക്കായിട്ട് പേടിയുള്ളവരൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കണോ വേണ്ടയോ എന്ന് തന്നെ അറിയണ്ടേ? അത് നമുക്ക് ഈ മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കിയേ, അതിൻ്റെ അകത്തേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണ്. ഈ കയറ്റമാണെങ്കിൽ തന്നെ നേരെ റോക്കറ്റ് പോലെ കയറി പോവുകയാണ് ചെയ്തേക്കണേ. അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ആദ്യകാലത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കിയേ, 70% അടുത്താണ് ഇവിടെ കറക്ഷൻ ചെയ്തേക്കണേ. 70% അടുത്ത്. അപ്പോൾ ഈ 70% കറക്ഷൻ ആയേക്കണ സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എത്ര ശതമാനം റിട്ടേൺ അത് കൊടുത്തു? 800% മുകളിൽ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആദ്യകാലത്ത് വലിയ മോളിൽ വാങ്ങിച്ചവരൊക്കെ പാനിക്കായിട്ട് സെല്ല് ചെയ്ത് കളഞ്ഞവർക്ക് എന്താ ചെയ്യുക? ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അവർ പിന്നീട് ഈ ഒരു റാലി പങ്കെടുത്തവരൊക്കെ എടുത്തായിരിക്കും ഈ ടോപ്പിൽ വെച്ചായിരിക്കും വാങ്ങിച്ചേക്കണേ. ആ ടോപ്പിൽ വെച്ച് വാങ്ങിക്കാൻ കാര്യം എന്നാ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണല്ലോ, അത് ഇനി റാലി ചെയ്ത് പോകുമെന്ന് പേടിച്ച് ആ വലിയ പ്രൈസിൽ വാങ്ങിക്കും. ആ സമയത്തായിരിക്കും വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ. അപ്പോൾ ഈ ഭാഗത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന എത്ര ശതമാനം പോയി? 50% മുകളിൽ വീണ്ടും ക്രാഷായി, കറക്ഷൻ ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്തേക്കണേ? അല്ല, അവിടെ നിൽക്കുകയല്ല ചെയ്ത പെട്ടെന്ന് പിന്നെ എത്ര ശതമാനം പോയി? 600% മുകളിൽ പിന്നെ റാലി നടത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റ് ബുക്കിംഗ് എന്തുകൊണ്ട് വന്നു? അത് ഒരു കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണോ വന്നതെന്നുള്ളതാണ് ആദ്യം തന്നെ പഠിക്കേണ്ടത്. ഒരു വലിയ ഇവിടെ എത്ര ശതമാനം, ഇത്രയും വലിയ റാലി നടത്തിയിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് പോലും വരാണ്ട് നേരെ മുകളിൽ പോണ കമ്പനികളോ, അങ്ങനത്തെ കമ്പനികൾ നല്ലതല്ല. ഇതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നം.
എന്നാലാണ് ഫ്രഷ് പൊസിഷൻസും ഫ്രഷായിട്ട് മുകളിലേക്ക് പോകാനുള്ള എനർജിയും വരികയുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഒരു പുതിയ ആ ഒരു ബൈയിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണ്ട. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ഈ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇതൊരു നല്ല കമ്പനിയാണോ, വളർച്ചാ സാധ്യതയുള്ളതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടത് ഏത് വിലയ്ക്കാണെന്നറിയാമോ? ഏകദേശം 475 ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണം. എത്ര ശതമാനം റിട്ടേൺ കിട്ടി? 400%. മുകളിലാണ്. എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പോലും അത് റാലി നടത്തിയേക്കണേ. അപ്പോൾ അത്രയും വലിയൊരു റാലി നടത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ ആ വളർച്ചാ സാധ്യതയും ഇതൊക്കെ നല്ല ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമല്ലേ, ഒരു വർഷം കൊണ്ട് നല്ലൊരു റാലിയല്ലേ നടത്തിയേക്കണേ. ഇനിയും നമ്മുടെ മാർക്കറ്റ് വളരില്ലേ? ഇനിയും വളരും. കാരണം എന്നാ, ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളും ഇന്നും ഇപ്പോൾ ഉള്ള ഈ ന്യൂസുകളൊക്കെ ഒരു താൽക്കാലികം മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേനും വീണ്ടും കയറിപ്പോവും, ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേനും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. ഇത്രയൊക്കെ റാലി നടത്തി 10-400% ഒരു വർഷത്തിനുള്ളിൽ തന്നെ റാലി നടത്തിയേക്കണ വ്യക്തികൾ, ഒരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചെറു പ്രോഫിറ്റ് ബുക്കിംഗ് എങ്കിലും വന്നില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അതിൻ്റെ ഒരു കരുത്ത് ചോർത്തിക്കളയുന്നതാണ്. എല്ലാ ദിവസവും മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന നല്ല സ്റ്റോക്കുകളായിരിക്കും കണ്ടെത്തേണ്ടത്, ഇതുപോലുള്ള സ്റ്റോക്കുകൾ. ഇതിന് ഇനിയും വളർച്ചാ സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇനിയും ആൾക്കാർ പുതിയതായിട്ട് വരാനുണ്ട്, ഒരുപാട് പേര് വരാനുണ്ട്. നമ്മളെന്ത് ചെയ്യുക, ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ വില മാത്രം നോക്കി നമ്മൾ തീരുമാനം എടുക്കില്ല. ഇപ്പോൾ സാധാരണക്കാരൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും തന്നെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ നോക്കി കഴിയുമ്പോഴത്തേനും 2700 രൂപയുടെ മുകളിൽ, ഇത് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യും, പെന്നി സ്റ്റോക്കിൻ്റെ പുറകെ പോകും. പെന്നി സ്റ്റോക്കിൻ്റെ പുറകെ പോയിക്കും. പെന്നി സ്റ്റോക്ക് അവിടെ നിന്ന് 10 രൂപയിൽ നിന്ന് 20 രൂപ വരുമ്പോഴത്തേനും ഈ സ്റ്റോക്ക് എവിടെ പോകും? അതിൻ്റെ കൺസോളിഡേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പുതിയ ഉയരങ്ങളിലേക്ക്, ആ പുതിയ ഉയരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് വരുന്ന പ്രശ്നം ഉണ്ടായില്ല, നേരെ മുകളിലേക്ക് തന്നെ പോവുള്ളൂ. അതിനിടയിൽ കൺസോളിഡേഷനും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ നടത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വളർച്ചാ സാധ്യതയുള്ള നെക്സ്റ്റ് ജനറേഷനായിട്ട് നല്ലൊരു സ്ട്രെങ്ത്തുള്ള സ്റ്റോക്കുകളായിരിക്കണം. ഇതിനെന്തിന് പിൻബലമായിട്ട് വരുത്തുന്നത് എന്താ, നമ്മൾ എല്ലാ റിസൾട്ടുകളും എല്ലാ തരം അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം. കട എന്തോരമുണ്ട്, FIS DISൻ്റെ പൊസിഷൻ, പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോവുകയും ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളർച്ചയിൽ ഫുള്ള് ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അധികം തെറിപ്പിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇത് ഇനി ഒരുപാട് ഉയരങ്ങളിൽ പോകേണ്ട സ്റ്റോക്കാണ്. നമ്മുടെ മാർക്കറ്റും നമ്മുടെ ഒരു സ്ട്രെങ്ത്തും വെച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു നിലവാരത്തിൽ നിൽക്കേണ്ട സ്റ്റോക്കൊന്നുമല്ല. പതുക്കെ അത് മുകളിലേക്ക് കൺസോളിഡേഷൻ ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി പുതിയ ഉയരങ്ങളിലേക്ക് കടന്നു പോകേണ്ട സ്റ്റോക്കാണ്. നമ്മൾ അങ്ങനെ എഴുതി തള്ളേണ്ട സ്റ്റോക്കല്ല, കൂടുതലായിട്ട് പഠിക്കുക. എന്നിട്ട് തന്നെ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ ചെയ്യുക, ആദ്യം തന്നെ നല്ലൊരു സ്റ്റോപ്പ് ലോസും അവനവന് പറ്റിയ സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ട്രയൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഈ സമയം ഈ ഒരു മാസം കൂടുതലായിട്ട് പഠിക്കാനുള്ള അവസരമായിട്ട് വിനിയോഗിക്കുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.